ഈ ആഫ്രിക്കക്കാർ മണ്ടന്മാരാന്ന് കരുതുന്ന മലയാളികളുണ്ട്, അവരോടാണ്. അങ്ങനെ കരുതിയാൽ നിങ്ങളുടെ കാര്യം പോക്കാം. ഇതൊരാൾ എനിക്ക് ഇട്ട ഒരു കമൻ്റാണ്. വിക്ടർ കോളയെ കുറിച്ചുള്ള ഒരു പോസ്റ്റിൽ ഇട്ടാണ്. അവരുടെ IQ, അതായത് ആഫ്രിക്കക്കാരൻ്റെ IQ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വല്ല സാധനം ഉണ്ടോന്ന്. അതായത് ആഫ്രിക്കക്കാരന് IQ ഇല്ലെന്ന്. അദ്ദേഹത്തിന് 2 മഹാന്മാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം റിപ്ലൈ പോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവർ മന്ദബുദ്ധികളാണ്, പൊട്ടന്മാരാണെന്നൊക്കെ ഉള്ളൊരു ഇതിലിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ആഫ്രിക്കക്കാരുമായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കച്ചവടം ചെയ്ത് നോക്കണം. അപ്പോൾ മനസ്സിലാവും അവന്മാർക്ക് IQ ഉണ്ടോ ഇല്ലയോ എന്ന്. അവർക്കൊരു ബുദ്ധിക്കുറവും ഇല്ല. നല്ല കഴിവും ആരോഗ്യവും ബുദ്ധിയും ഒക്കെ ഉള്ളവർ തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്നിട്ടും അവരെന്താ നമ്മളെക്കാൾ ചില കാര്യങ്ങളിലൊക്കെ, അവരിലെ എല്ലാ രാജ്യവുമല്ല, ചിലതൊക്കെ പിന്നിലായി പോയെന്നൊന്ന് ആലോചിച്ചാൽ അവരുടെ ചില പരിമിതികൾ കൊണ്ടാണ്. ആ പരിമിതികളെ അവർ ഓവർകം ചെയ്യും കാലം മുന്നോട്ട് പോകുമ്പോൾ. ഈ പരിമിതികൾ പലപ്പോഴും ഗൾഫിനുണ്ടായിരുന്നു. ഓയിൽ മണി വരുന്നത് വരെ ആ ഗൾഫാണ് ഇന്ന് നമ്മളെക്കാൾ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നത്, മനസ്സിലാക്കുക. പിന്നെ ഇവിടുത്തെ പല രാജ്യങ്ങളുടെയും കറൻസി നമ്മളെക്കാൾ മൂല്യമുള്ളതാണ്. സിറാലിയോണിലെ 1 ലിയോൺ കിട്ടണമെങ്കിൽ 4 രൂപ അങ്ങോട്ട് കൊടുക്കണം. പറഞ്ഞതേ ഉള്ളു. ആഫ്രിക്കക്കാരനെല്ലാം മണ്ടനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നവർക്കാണ് മണ്ടത്തരം പറ്റി കയ്യിൽ നിന്ന് കാശ് പോകുന്നത്. കാശ് ഇന്ന് പോകും നാളെ വരുമെന്നൊക്കെ പറയും, പക്ഷേ ചില സമയത്ത് ഒരു പോക്ക് പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല. ഈ മെന്റാലിറ്റിയുമായിട്ട് മലയാളി മാത്രം വലിയ സംഭവമാണ്, ബാക്കിയുള്ളവനെല്ലാം പൊട്ടനാണെന്നുള്ള മെന്റാലിറ്റിയായിട്ട് പോകുന്നവരാണ് യഥാർത്ഥത്തിൽ തട്ടിപ്പിൽപ്പെടുന്നത്. ദ നോർമൽ ബിസിനസ് ആസ് എ ഗ്ലോബൽ ബിസിനസ്സിനാണെങ്കിൽ നമ്മൾ വൈക്കുള്ളവരാണ്, അവരും ബുദ്ധിയുള്ളവരാണ്. സോ ഡീൽ വിൻ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. Life never be the same again.